കസ്റ്റമർ വന്നിട്ട് ഇപ്പം ഒരു കസ്റ്റമറുടെ NRO അക്കൗണ്ടിലാണ് ഇപ്പൊ ഒരു എമൗണ്ട് കിടക്കുന്നതെന്ന് നമ്മുടെ അടുത്ത് വന്ന് പറയണം. അപ്പൊ നമ്മൾ ചോദിക്കുന്ന കസ്റ്റമറുടെ അടുത്ത് അതെങ്ങനെയാണ് സാർ, എന്തായിരുന്നു ആ ഒരു NRO അക്കൗണ്ടിൽ എങ്ങനെയാണ് എമൗണ്ട് വന്നതെന്ന് പറയുമ്പോൾ ഇപ്പൊ കസ്റ്റമർ പറയുവാണ് അതൊരു ലാൻഡ് സെയിലിൽ കൂടെയാണ് വന്നതെന്ന് പറയുവാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ആ കസ്റ്റമറിന്റെ അടുത്ത് പറയും, സാർ ആദ്യം തന്നെ ആ ഒരു ലാൻഡ് സെയിൽ ചെയ്തതിന്റെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അടയ്ക്കാൻ പറയും. അത് സാർ ഒരു ചാർട്ടേഡ് അക്കൗണ്ടിനെ കണ്ടിട്ട് നമ്മളൊരു ആദ്യം തന്നെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അടയ്ക്കാൻ പറയണം. ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അടച്ചതിന് ശേഷം 15 CA 15 CB എന്ന് പറയുന്ന രണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റും കൂടെ നമ്മൾ ആ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ കയ്യിൽ നിന്ന് വാങ്ങുവാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒന്നല്ല, 15 CA എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിക്ലറേഷൻ ആണ്. ആ 15 CB എന്ന് പറഞ്ഞാൽ ആ ഡിക്ലറേഷന്റെ പുറത്ത് ചാർട്ടേഡ് അക്കൗണ്ടന്റ് സർട്ടിഫൈ ചെയ്യണതാണ്. മേടിക്കുകയാണെങ്കിൽ അത് രണ്ടും മേടിക്കണം, അല്ലാണ്ട് ഓർമ്മയായിട്ട് മേടിക്കാൻ പറ്റില്ല. അല്ല പറഞ്ഞത് അങ്ങനെ പറയരുത്. ഓക്കെ. അപ്പം ഈ രണ്ട് സർട്ടിഫിക്കറ്റ് നമ്മൾ ആ ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ കയ്യിൽ നിന്ന് വാങ്ങണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടും നമുക്ക് എങ്ങനെ ഈ എമൗണ്ട് വന്നെന്നുള്ളതിന്റെ സോഴ്സ് ആണ് കാണിക്കുന്നത്. അപ്പൊ ഈ ഒരു സർട്ടിഫിക്കറ്റ് രണ്ടും നമ്മൾ ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതിന് ശേഷം ഇത് എന്തിനാണ് മെയിൻ കാര്യം, നമുക്കിത് യൂസ്ഫുൾ ആവുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റീപാർട്ടീഷന് വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഈ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ, ഈ 15 CA CB സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ബാങ്കിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ NROയിലുള്ള മണി NRIയിലോട്ട് മാറ്റാൻ പറ്റും. അപ്പം മെയിൻ ആയിട്ട് ഇപ്പൊ ബാങ്കുകാരെല്ലാം അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ഒരു കസ്റ്റമർ ICICI ബാങ്കിൽ കോൺടാക്ട് ചെയ്തപ്പോൾ അവർക്കത് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയെന്നാണ് പറഞ്ഞത്. കാരണം അവരുടെ ഇൻഹൗസിലുള്ള CA-കാരുള്ളതുകൊണ്ട് അത് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയെന്നാണ് പറഞ്ഞത്. അപ്പം സാറ് ഞാൻ അതിന്റെ നമ്പർ, ഇപ്പം സ്ഥലം വിറ്റ് കിട്ടിയ ഒരു എമൗണ്ട്, പിന്നെ നമുക്ക് ഗിഫ്റ്റ് ആരെങ്കിലും ഒക്കെ ആയിട്ട് നമ്മുടെ ബ്ലഡ് റിലേഷൻ, ഇപ്പൊ ബ്രദർ സിസ്റ്ററിന് അല്ലെങ്കിൽ അച്ഛൻ അമ്മയ്ക്കൊക്കെയാണ് കൊടുക്കുന്നത്, ഹസ്ബൻഡ് വൈഫിന്. ഒരുപാടുണ്ട്, ഇതിന്റെ ഇന്റർപ്രിട്ടേഷൻ ഒരുപാടുണ്ട്. അത് വായിച്ചില്ലേ അന്ന് സാർ ഇട്ടിട്ടുണ്ടായിരുന്നു, ബ്ലഡ് റിലേഷൻ എന്ന് പറയുന്ന ആ ഒരു ഇതിൽ വരുന്ന എന്തൊക്കെയാണെന്നുള്ളത്. അത് നോക്കണം. അത് ഇത് മാത്രമല്ല. പിന്നെ ഇൻവെസ്റ്റ്മെന്റ്സ് ഇൻ ഇന്ത്യ, അതായത് നമുക്കിപ്പോ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിൽ മോർ ദാൻ 1 ഇയർ ആയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് NROയിന്ന് NRIയിലോട്ട് ചേഞ്ച് ചെയ്യാം. നമുക്കൊരു കസ്റ്റമറൊക്കെ വന്ന സമയത്ത് നേരത്തെ നമ്മളെ അലർട്ടിയിരുന്ന ഒരു പ്രശ്നമാണ് നമുക്ക് എങ്ങനെ എമൗണ്ട് NRIയിലോട്ട് മാറ്റാന്നുള്ളത്. അപ്പം ഈ ഒരു കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സെയില് കൊണ്ടുവരാം. കാരണം ഇപ്പം സ്ഥലം വിറ്റ് കിട്ടിയിട്ട് വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇപ്പം രഞ്ജിനി ഇപ്പൊ ഒരു സ്ഥലം വിറ്റു, രഞ്ജിനിക്ക് ഒരു 10 കോടി കിട്ടി. മാക്സിമം 10 കോടി വരെ, അതായത് $1 മില്യൺ വരെയാണ് നമുക്ക് അത് മാറ്റാനായിട്ട്. $1 മില്യൺ അല്ല, $1 മില്യൺ ഇന്ത്യൻ രൂപ. 10 ബാക്കി 10 കോടിയോ 10 ലക്ഷം. മില്യൺ എന്ന് പറഞ്ഞാൽ ലക്ഷം എന്നാണ്, ലക്ഷം. ഓക്കെ. ബില്യണോ? 1 ബില്യൺ എത്ര കോടി? 10 കോടി. 1 ബില്യൺ അറിയാവുന്നൊരു കൈ നോക്ക്. 1 ബില്യൺ 1 കോടി, 100 കോടി, 100 കോടി, 1 ബില്യൺ.